അതെ, ഇന്നൊരു വട്ടയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത്. അപ്പം അതിനായിട്ട് പച്ചരി കുതിർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടീസ്പൂൺ മാവ് എടുത്തിട്ട് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് കുറച്ച് കല്ല് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ റെസിപ്പി വട്ടയപ്പാക്കാന്ന്. അതിനായിട്ട് ബാക്കി പൊടിയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും തേങ്ങ ചിരകിയതും കള്ളും പിന്നെ നമ്മൾ നേരത്തെ കുറുക്കി മാറ്റി വെച്ചിരുന്ന പാവ് ഇളം ചൂടോട് കൂടി ചേർക്കണം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നാട്ടിൽ പെരുന്നാളും ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ഈ വട്ടയപ്പം. അപ്പം ഇനി ഈ മിക്സ് ഒന്ന് ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഒരു 6 മണിക്കൂർ തുടങ്ങി 8 മണിക്കൂർ വരെ പൊന്താനായിട്ട് വെക്കുക. നമ്മുടെ മാവ് ഇപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റും കൂടി അങ്ങനെ ഒന്ന് സെറ്റ് ആവാൻ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കോരി പാത്രത്തിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുത്താൽ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഒന്ന് കഴിച്ചു നോക്കിയാലോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ.